എന്തൊക്കെ ചികിത്സകളാണ് ഉള്ളത്, ദന്ത ചികിത്സകൾ എന്ന് പറയുന്നത്? തുടക്കത്തിൽ അതിന്റെ ആദ്യഘട്ടത്തിൽ ഡെന്റൽ ഫില്ലിംഗ് നടത്തി നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. കലശലായ പല്ലുവേദന വരുമ്പോൾ അല്ലെങ്കിൽ പല്ല് നല്ല പഴുപ്പൊക്കെ വരുമ്പോൾ മോണയിലേക്കും അങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റൂട്ട് കനാൽ ചികിത്സ. റൂട്ട് കനാൽ ചെയ്താൽ പല്ലുകൾ ബ്ലഡ് സപ്ലൈ ഇല്ലാത്തൊരു ജീവനില്ലാത്ത വസ്തുവായി മാറും. പക്ഷേ അത് പിന്നീട് നമുക്ക് കട്ടി കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പല്ലുകൾ നമുക്കത് ക്യാപ്പിട്ട് അതിന് ക്രൗൺ ചെയ്ത് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ചിലപ്പോൾ കളിക്കുമ്പോഴൊക്കെ നമുക്കറിയാം മുൻനിലുള്ള പല്ലുകൾ പൊട്ടിപ്പോകുന്ന കുട്ടികളിലൊക്കെ നമ്മുടെ വ്യാപകം, അത് നമുക്ക് കോമ്പോസ്റ്റ് ഫില്ലിംഗ് നടത്തി ആ പല്ലുകളെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പല്ല് ക്ലീനിങ്, മോണരോഗത്തിന് 6 മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും പല്ല് ക്ലീനിങ് നിർബന്ധമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണ പല്ല് ക്ലീനിങ് ചെയ്താൽ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുമെന്ന്. ഇപ്പോഴും പല്ല് ക്ലീനിങ് ചെയ്ത അൾട്രാസോണിക് സ്കെയിലർ എന്ന പ്രത്യേകതരം വൈബ്രേഷൻ ഉപയോഗിച്ചാണ്. അത് ഇനാമലെ യാതൊരു പോറലും ഏൽപ്പിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. പല്ലിൽ രൂപാന്തരപ്പെടുന്ന ഈ കക്കകളെ, ലവണങ്ങളെ, ബാക്ടീരിയൽ കോളിനെ നീക്കം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പല്ലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും നമുക്ക്. പക്ഷേ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. പുളിപ്പ് അനുഭവപ്പെടാൻ പ്രധാന കാരണം ഈ ലവണങ്ങളെ നീക്കം ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള ഇനാമലിനെ ആ ലവണങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ വെള്ളം തട്ടുമ്പോഴുള്ളൊരു ആ സമയത്തുള്ള 1-2 ദിവസത്തെ പ്രതിഭാസമാണ് ചെറിയ പല്ല് പൊളിപ്പ്. അത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പല്ല് ക്ലീനിങ്. അപ്പോൾ 6 മാസത്തിലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ നമുക്ക് ശാസ്ത്രീയം പല്ല് ക്ലീനിങ് നടത്തുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. വർഷത്തിലെങ്കിലും പല്ല് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ പല്ല് ക്ലീനിങ് മാത്രമല്ല വായിൽ എന്തെങ്കിലും രോഗാവസ്ഥ വന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതാണ് ഓറൽ പ്രൊഫൈലാക്സിസ് എന്നാണ് നമ്മൾ ശാസ്ത്രീയമായി പറയാറ്. നമ്മൾ സ്വാഭാവികമായിട്ട് പല്ല് ക്ലീനിങ്